ഹലോ ഗൈസ്, ഇന്ന് ഏട്ടൻ ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞേ. അത് കേട്ടതും വിദ്യ വേഗം ഒരു മുറം ചാടി എടുത്ത് അതിൽ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നേരാക്കാനായിട്ട് വേഗം ഹാളിൽ പോയിരുന്നു കേട്ടോ. ഏട്ടൻ പുറത്ത് പോയിരിക്കുകയാണ്. വരുമ്പോഴത്തേക്കും ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാളിൽ നിന്ന് ഭയങ്കര തേങ്ങലും കരച്ചിലും ഞാൻ ഓടി ചെന്ന് നോക്കിയിട്ടോ. അപ്പോൾ ഇതേ വിദ്യ ഇരുന്ന് കരയണം. എനിക്ക് വിദ്യ കരയണം കണ്ടു കഴിഞ്ഞാൽ ഒട്ടും സഹിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അവളിൽ നിന്ന് ഉള്ളി വാങ്ങിയിട്ട് കുനുകുനാന്ന് അരിയാൻ തുടങ്ങി. അവൾക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. ഞങ്ങൾ അങ്ങനെയാണ് ഗൈസ്. അങ്ങനെ മസാലയ്ക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ വേഗം ചിക്കൻ ഫ്രൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും ഏട്ടൻ വന്നു. പക്ഷേ ഫോണിൽ തോണ്ടിയിരിക്കുകയായിരുന്നു. ഞാൻ കൂടെ പിന്നാലെ നടന്നിട്ട് ഏട്ടാ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എവിടെ അപ്പോൾ പറയാണ് ചെറിയ തീയിൽ ഉള്ളി വഴറ്റിയെടുക്കുമ്പോഴേക്കും ഞാൻ ദപ്പ വരാന്ന്. അപ്പോൾ ഏകദേശം തീരുമാനമായി ഈ ബിരിയാണി ഞങ്ങളെ ഉണ്ടാക്കേണ്ടി വരുമെന്ന്. അങ്ങനെ ഞാൻ വിദ്യ കൂട്ടുപിടിക്കാൻ പോയി. വിദ്യ പറയുന്നത് ഞാൻ ഇവിടെ തുടച്ചിട്ട് ഇപ്പോൾ വരാട്ടോ ചേച്ചി. രണ്ടുപേരും എസ്കേപ്പ് ആയ സ്ഥിതിക്ക് ഞാൻ തന്നെ ഉള്ളി വഴറ്റാനായിട്ട് തുടങ്ങി കേട്ടോ. ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചിക്കൻ പീസുകൾ എന്നെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ തന്നെ അത് മൂടി വെച്ചു. അപ്പോഴേക്കും ഏട്ടൻ വന്നേ. അപ്പോൾ ഐശ്വര്യമായിട്ട് എൻ്റെ കയ്യിൽ ഏട്ടനായിട്ട് കൈമാറി. പിന്നെ ഏട്ടൻ സടപടാന്ന് പറഞ്ഞിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങി കേട്ടോ. എനിക്ക് അല്ലറ ചില്ലറ പണികൾ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ പോയി. പിന്നെ അടുക്കളയിൽ നല്ല മണം വന്നപ്പോൾ ഞാനൊന്ന് ഉപ്പുമുളകൊക്കെ ടെസ്റ്റ് ചെയ്യണമല്ലോ. അതിനായിട്ട് പോയപ്പോൾ അവിടെ ഒരു മനുഷ്യൻ്റെ കുട്ടി ഉണ്ടായിരുന്നില്ല. പിന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ബിരിയാണി ചെമ്പിൻ്റെ താഴെ ഒരാളുണ്ടായിരുന്നു, കുഞ്ഞുമണി. ഒട്ടും ക്ഷമ ഉണ്ടായിരുന്നില്ലേ. അതുകൊണ്ട് ഏട്ടനെ കൂക്കി അടുത്ത് വിളിച്ചിട്ട് ദമ്മ് പൊട്ടിച്ചു. ഞങ്ങൾ അലങ്കോലപ്പണികളൊന്നും ചെയ്തില്ല കേട്ടോ. ഉള്ളി വയറ്റിയിടുക, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ ഇടണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സമയം ഒരുപാട് അതിക്രമിച്ചത് കൊണ്ട് ഞങ്ങൾ അതിനൊന്നും നിന്നില്ല. കുട്ടികളൊക്കെ വെയിറ്റിംഗ് ആയിരുന്നു. കുഞ്ഞുമണിക്കും കണ്ടപ്പോൾ ചിക്കൻ കാല് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതേ അവർക്ക് വേണ്ടുള്ളൂ. അപ്പോൾ അവർക്കത് കൊടുത്തു. അവരത് കടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അച്ഛനും മേരനൊക്കെ വിളമ്പി കൊടുത്തു. ഞാൻ വിധിയിരുന്നു കേട്ടോ. സത്യം പറയട്ടെ, ഏട്ടൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല കേട്ടോ. അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിനോട് തീരുമാനമാക്കട്ടെ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.